സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 228/2023 ആണ്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇതിൽ ശരിയായ ബന്ധം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത്, ശരിയാണ്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തിലാണ്, ശരിയാണ്. ഇനി ഗേഡ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഗേഡ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തില് ഗേഡ ജില്ലയിലാണ് ഗേഡ സത്യാഗ്രഹം നടന്നത്. ഗേഡ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1918. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സത്യാഗ്രഹമാണ് ഗേഡ സത്യാഗ്രഹം. ആദ്യത്തേതറിയാം, ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഗേഡ സത്യാഗ്രഹം ഗുജറാത്ത്, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് തന്നിരിക്കുന്നു. തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ എ ആണ്. 1 മാത്രം എന്നതാണ് തെറ്റായിട്ടുള്ളത്. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്, 1750. അതുപോലെ ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. മാർത്താണ്ഡവർമ്മയുടെ സൈന്യം 1741. അപ്പൊ കുളച്ചൽ യുദ്ധം 1741. മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏത്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? കണ്ണീരും കിനാവും, ആദിഭാഷ, മലബാർ മാനുവൽ, 1.25 കോടി മലയാളികൾ. ഇതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1.25 കോടി മലയാളികൾ എന്നത് ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ എന്നത്. കണ്ണീരും കിനാവും ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് കണ്ണീരും കിനാവും. ആദിഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് ആദിഭാഷ. മലബാർ മാനുവൽ ആരുടേതാണ്? വില്യം ലോഗൻ. അപ്പോൾ 1.25 കോടി മലയാളികൾ ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാട്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. മലബാർ മാനുവൽ വില്യം ലോഗൻ. അടുത്ത ചോദ്യം, ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം. ഇന്ത്യൻ പത്രങ്ങൾ, സ്ഥാപക നേതാക്കൾ തന്നിരിക്കുന്നു. കേസരി എന്ന പത്രം ബാലഗംഗാധര തിലകൻ. യങ് ഇന്ത്യ ആനി ബസന്റ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ ശരിയാണ്. കേസരി ബാലഗംഗാധര തിലകന്റെ പത്രമാണ്, ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ശരിയാണ്. യങ് ഇന്ത്യ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്
യങ് ഇന്ത്യ എന്നത്? ഗാന്ധിജി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത്: എനിക്ക് ശേഷം പ്രളയം തന്നിരിക്കുന്നു ലൂയി 15. ഞാനാണ് രാഷ്ട്രം ലൂയി 14. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായത് ഏത് എന്നതാണ് ചോദ്യം. ഏതാണ് തെറ്റായത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റായത്. 3. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. റൂസോ. ഈ പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യണം. എനിക്ക് ശേഷം പ്രളയം ആരുടെ വാക്കുകളാണ്? ലൂയി 15 വാക്കുകളാണ് എനിക്ക് ശേഷം പ്രളയം എന്നത്. ലൂയി 15. ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ലൂയി 14 ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത്. ലൂയി 14. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്താണ്? അപ്പൊ 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിൽ ആണ്? ഓപ്ഷൻ എ ആണ്. സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. കേരളത്തിന്റെ ദേശീയ പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയാണ് കേരളത്തിന്റെ. അടുത്ത ചോദ്യം, സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. സുവർണ ചതുഷ്കോണം എന്താണ്? ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം ഹൈവേ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1. PSLV ആണ്. PSLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950 ആണ്. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇങ്ങനെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത്: ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. തന്നിരിക്കുന്നു എല്ലാ കാർഷിക വിളകളുടെയും. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രമാണ്. 1. എല്ലാ കാർഷിക വിളകളുടെയും ഉൽപാദനം അഭൂതപൂർവമായിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ശരിയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ശരിയാണ്.
അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. G20 ഉച്ചകോടി 2023 നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. എത്രാമത്തെ ഉച്ചകോടിയായിരുന്നത്? 18ാമത്തെ ഉച്ചകോടിയാണ് 2023 നടന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്ത്? റിവേഴ്സ് റിപ്പോ നിരക്ക് ഓപ്ഷൻ എ ആണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇന്ത്യയിൽ കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം ഇന്ത്യയിൽ 1881 1881. ചരക്ക് സേവന നികുതി എന്നാൽ? ചരക്ക് സേവന നികുതി തന്നിരിക്കുന്നു. പ്രത്യക്ഷ നികുതി മാത്രം. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർത്തത് പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർത്തത് പരോക്ഷ നികുതി മാത്രം. GST എന്താണ്? പരോക്ഷ നികുതി മാത്രമാണ്. പരോക്ഷ നികുതി മാത്രം. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഓപ്ഷൻ ബി ആണ്. റോവിംഗ്, ചെസ്, ഗോൾഫ് എന്നിവയാണ്. ഓപ്ഷൻ ബി. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ക്യാബിനറ്റ് മിഷൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമേത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് VP മേനോന്റെ കൃതിയാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നത്. VP മേനോൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുഷ്വന്ത് സിംഗിൻ്റെതാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുഷ്വന്ത് സിംഗ്. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ. നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയ രൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ. നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. 1, 3, 4. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. എന്തിൻ്റെയാണ്? നിർദ്ദേശക തത്വങ്ങൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്?
ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഏതൊക്കെയാണ്? ഒന്നും കൂടി നോക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുണ്ട്. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ദേശീയ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷണറാണ് ബി ഹരി നായർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് അധികാരമില്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് ഭരണഘടനാ വകുപ്പ് ആണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 32. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 മാത്രം. 1, 3, 4. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. അടുത്ത ചോദ്യം, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ എ ആണ് ദേശീയ പതാക. ദേശീയ പതാക ഡിസൈൻ ചെയ്തതാണ് പിംഗലി വെങ്കയ്യ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹസാന്ത്വനം. പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 3 ആണ് തെറ്റായിട്ടുള്ളത്. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ
വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്? കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓപ്ഷൻ എ ആണ് ഷാജഹാൻ ആണ്. എ ഷാജഹാൻ. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക തണ്ണീർത്തട ദിവസം ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ്. വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ ആണ്. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തെ മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം? കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? IUCN ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. IUCN സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3, 4. 1, 3, 4 ശരിയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. IUCN ശരിയാണ്. IUCN എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN. IUCNന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരും. അടുത്ത ചോദ്യം, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമേത്? രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നു. ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് എന്നിവ. ഇതിൽ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്നത് ഏതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ? രോഗാണുക്കൾ ഇല്ലാതെ: സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ, ഡിഫ്തീരിയ,
ഓപ്ഷൻ എ ആണ് 1, 2 എന്നിവ. 1, 2. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും ജനിതക രോഗങ്ങളാണ്. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ശരീര വളർച്ച പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. വായിലൂടെ വലിച്ചെടുക്കുവാൻ കഴിയുന്ന വാക്സിൻ, ഇൻഹേലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. ചൈന. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. തിരശ്ചീന ദിശയ്ക്കു മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം 4:1. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ്. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? 14 ഭൗമദിനങ്ങളാണ്. വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും 14 ഭൗമദിനങ്ങൾ. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാമെന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്കോറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് HCl-ഉം HNO3-യുമാണ്. HCl, HNO3. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? 2023 ക്വാണ്ടം ഡോട്ടുകളാണ്. ക്വാണ്ടം ഡോട്ടുകൾ. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ളത് CaO ആണ്. CaO. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. ഓച്ചിറ വേലിക്കുട്ടി. ഉത്തരം അലിംഗം. ഓപ്ഷൻ എ ആണ് അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആര്? ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരം മാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? PP രാമചന്ദ്രൻ. PP രാമചന്ദ്രൻ. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? BNCAP. BNCAP. ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ, വള്ളത്തോൾ മാർക്ക് ട്വൈൻ. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര്? കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണ കൈമളാണ്. ഐമനം കൃഷ്ണ കൈമൾ. കഥകളി വിജ്ഞാനകോശം. 58 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം.
ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി. ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്തത് 2000 ഒക്ടോബർ 17-നാണ്. 2000 ഒക്ടോബർ 17-ന്. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റൈറ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം എന്നിവയാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. GNU Linux, ext4, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, NTFS, ആപ്പിൾ മാക് OS X, HPFS. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ ടാറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഇത് മാറിയിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കൺഫേം ചെയ്യുക. ഇപ്പോൾ നിലവിൽ ടാറ്റ ഗ്രൂപ്പാണ്. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. ഓപ്ഷൻ ഡി ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുക? ഓപ്ഷൻ സി ആണ്. ഒരു വലിയ പൊതു താൽപ്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശം, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം, അന്യായപരമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടുവാനുള്ള അവകാശം, ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യുവാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യുവാനുള്ള അവകാശം. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്. കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി 3 വർഷത്തിൽ കൂടാത്ത തടവ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 32. താഴെ പറയുന്നവയിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ജയന്തി പട്നായക് ആണ്. ജയന്തി പട്നായക്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ശ്രീമതി വിജയ കെ രഹത്കർ ആണ്. വിജയ കെ രഹത്കർ. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം. ഉത്തരം
ഓപ്ഷൻ ബി 3 ആണ്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 72ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 73 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 74ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 125. 75ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 76 ഓപ്ഷൻ ഡി ആണ്. 77 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 79 ഓപ്ഷൻ ബി. 80ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. ഗുഡ് അറ്റ് മിമിക്രി. ഷീ ഡാഷ് ഇൻ ബ്രാക്കറ്റ്സ് സിംഗ് ഫോർ 2 hours. ഓപ്ഷൻ ഡി has been singing. She has been singing for 2 hours. He hardly remembers anything dash question mark. Question tag ആണ് ഉത്തരം വരുന്നത് does he. He hardly remembers anything does he. Choose the correct passive form of the sentence given below. He is painting the house. Option A, the house is being painted by him. Choose the correct form of the verb to make conditional sentence. If I were a millionaire, I dash generously to good causes. I would give generously to good causes. Choose the correct antonym of the given word defeat. Option C, triumph. TRIUMPH. Choose the correct phrasal verb to complete the sentence. Why did you dash our meeting? Call off. Choose the correct synonym of the word sublime. Option B, exhortation. The feminine gender of the fox is vixen. Which is the correct spelling? Option C, millennium. MILLENNIUM. മലയാളം ചോദ്യങ്ങളാണ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം വായസം. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അടിവരയിട്ടിരിക്കുന്നത് മാരാർ. ഓപ്ഷൻ ഡി ആണ് പൂജക ബഹുവചനം. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് പുല്ലിംഗം. ഓപ്ഷൻ സി കുട്ടി. പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടി. ശരിയായ പദം തെരഞ്ഞെടുത്ത് എഴുതുക. അത്ഭുതം. ഓപ്ഷൻ ഡി. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി അഴകിയ രാവണൻ. താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ക്ഷിതി. നിന്ദ എന്ന പദത്തിന്റെ വിപരീതം സ്തുതി. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് വഴിയുണ്ട്. അവസാനത്തെ ചോദ്യം യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ യഥേഷ്ടം. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.